ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ആലു പറാത്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് സൈഡിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റഫിങ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ആലു പറാത്ത ഉണ്ടാക്കാനായിട്ട് ഒരു 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് മാഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്നും പുട്ട്, ദോശ, അപ്പം, ഇടിയപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇടയ്ക്കൊക്കെ. പിന്നെ പൊട്ടറ്റോയുടെ ക്വാണ്ടിറ്റിയൊക്കെ പൊടിക്കനുസരിച്ച് കൂട്ടുക. ഞാൻ ഇപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റാൻ ആവശ്യമായ ഓയിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി, കൂടുതൽ വേണ്ട. ഇനി സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലോട്ട് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോൾ കിഴങ്ങിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. ഇനി ഇതൊന്ന് മൂടി വെക്കണം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അടച്ച് വെക്കാണ്ട്. ഇപ്പോൾ ഈ സവാള കുറച്ചൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓഫ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ പൊട്ടറ്റോ ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായി കിട്ടും. അപ്പോൾ ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും കൂടെ ചേർക്കും നമ്മൾ മസാല ഇട്ട ടൈമിൽ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്തെടുക്കാത്തതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അവർക്ക് പൊതുവേ ഈ ചാറ്റ് മസാല മിക്ക ഡിഷസിലും ഉപയോഗിക്കും. നമ്മൾ പൊതുവേ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓരോ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. കുറച്ച് അത്യാവശ്യം വലിയ ബോൾസ് തന്നെ ആക്കണം. കാരണം നമുക്കിത് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ല ചെറുതായി കഴിഞ്ഞാൽ സ്റ്റഫ് ചെയ്തിട്ട് പരത്താൻ ബുദ്ധിമുട്ടാവും. ഞാൻ 6 ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പരത്തണ്ട. ഇപ്പോൾ ഞാൻ സ്റ്റഫിങ് ഇതിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഫിങ് ഉള്ളിലാക്കിയിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും പരത്തിയെടുക്കാം.
ഇനി ഇത് മെല്ലെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടെ ഒന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആലു പറാത്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.